മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സ്വാമി ചിദാനന്ദപുരിയുടെ ഒരു ഉജ്ജ്വലമായ പ്രസംഗഭാഗം വാട്സപ്പിൽ കിട്ടി. ശരിക്കും സ്വർണമുത്ത് പവിഴമുത്ത് മാതിരി ഉജ്ജ്വലമായിരുന്നു ആ വരികൾ. ഒരാളൊരു ചോദ്യം സ്വാമിജിയോട് ചോദിച്ചതിൻ്റെ ആണ് അതിൽ എഴുതിയിരിക്കുന്നത്. ചോദ്യം ഇതായിരുന്നു: ക്രിസ്ത്യാനികൾക്ക് ബൈബിളും മുസ്ലിങ്ങൾക്ക് ഖുറാനും പോലെ ഹിന്ദുക്കളുടെ ഗ്രന്ഥം ഏതാണ്? ആ ചോദ്യം ഹിന്ദുക്കളുടെ മതഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ചോദ്യം ആവില്ല. എന്താ കാരണം അറിയോ? ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് പറയേണ്ടത് ചിദാനന്ദപുരി സ്വാമി ഈ ചോദ്യത്തിന്റെ ഉത്തരായിട്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും? ചിലർ ഭഗവത്ഗീത പറയും, ചിലർ വേദം പറയും, ചിലർ ഉപനിഷത്ത് പറയും, ചിലർ രാമായണം പറയും, ചിലർ മഹാഭാരതം പറയും. അങ്ങനെ പറയിപ്പിക്കാതിരിക്കാൻ ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ക്രിസ്ത്യാനികൾക്ക് ബൈബിളും മുസ്ലിങ്ങൾക്ക് ഖുറാനും പോലെ ഹിന്ദുക്കളുടെ മതഗ്രന്ഥം ഏതാ? ഒരു ഗ്രന്ഥം. ചിദാനന്ദപുരി അതിന് ഉത്തരം കൊടുത്തത് പർവ്വതത്തിന്റെ അത്രയും ഉജ്ജ്വലവും തിളക്കമാർന്നതുമായിട്ടുള്ള ഉത്തരം ചെറിയ വരിയിലൂടെ കൊടുത്തു. അതാണ് അതിൻ്റെ മഹത്വം. ചിദാനന്ദപുരി സ്വാമിയുടെ മഹത്വവും അത് തന്നെയാണ്. വേദാന്തത്തെക്കുറിച്ച് ഡിട്രോയിറ്റില് KHNAയുടെ മീറ്റിംഗില് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞൊരു വരി ആരുടെയും മനസ്സിൽ നിന്ന് പോവില്ല. അത്ര ഗംഭീരായിരുന്നു. ശരിക്ക് വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ത് ചിത്ത് ആനന്ദം. അതില് നമ്മുടെ സത്ത്, അതിനെക്കുറിച്ച് തിരിച്ചറിയാം, നമ്മുടെ ചിത്ത് തിരിച്ചറിയാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഞാനത് വിവരിക്കാം. സ്വാമിജി ഗംഭീരമായിട്ട് അടിച്ച് കസറി. അവസാനം ആനന്ദം എന്നുള്ളതിന് ഈ ലോകത്തിൽ സ്ഥിരമായിട്ട് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അവനവന്റെ ഉൾവിളി തിരിച്ചറിയണം, അന്ധകരണത്തെ തിരിച്ചറിയണമെന്ന് സ്വാമിജി നല്ല ആധികാരികമായിട്ട് പറഞ്ഞു. അതിന് സ്വാമിജി പറഞ്ഞ ഉദാഹരണം സൂപ്പറായിരുന്നു. നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു സ്കൂളില് ഒരു ക്ലാസ് മുറിയിലിരുന്ന് മറ്റു കുട്ടികളോടൊപ്പം പാട്ട് പാടുന്നു. ആ പാടുന്ന പാട്ടിന്റെ കൂട്ടത്തില് നമ്മുടെ മകന്റെ ശബ്ദവുമുണ്ട്, അല്ലെങ്കിൽ മകളുടെ ശബ്ദവുമുണ്ട്. പക്ഷെ മകന്റെയും മകളുടെയും ശബ്ദം മാത്രമല്ല, മറ്റു കുട്ടികളുടെ ശബ്ദമുണ്ട്. അപ്പം മറ്റു കുട്ടികളുടെ ശബ്ദത്തിൽ നിന്ന് നമ്മളുടെ മകന്റെ മകളുടെ ശബ്ദം മാത്രം വേർതിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് ഉയരണം. നല്ലൊരു ഉദാഹരണമായിരുന്നു, നല്ലൊരു ഉദാഹരണം. ഇനി അത് അവിടെ നടന്നതിനെ കുറിച്ച് പറയാം. ഇവിടെ സ്വാമി ചിദാനന്ദപുരി അതിഗംഭീരമായിട്ട് പറഞ്ഞ മറുപടി ഇതാണ്. ഈ ചോദ്യത്തിന് ഞാനൊരു ഏതാനും മിനിറ്റ് മുമ്പ് ചോദിച്ചല്ലോ ഒരു ചോദ്യം. അതായത് സ്വാമിജിയോട് ക്രിസ്ത്യാനികൾക്ക് ബൈബിളും മുസ്ലിങ്ങൾക്ക് ഖുറാനും പോലെ ഹിന്ദുക്കളുടെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു. സ്വാമി മറുപടി പറഞ്ഞത്, അങ്ങനെ ക്രിസ്ത്യാനികളുടെ ബൈബിളും ഒരു ഗ്രന്ഥവും മുസ്ലിങ്ങളുടെ ഒരേ ഒരു ഗ്രന്ഥമായിട്ടുള്ള ഖുറാനും ഉദാഹരണമായിട്ടെടുത്ത് അതുപോലെ നമ്മളുടെ ഗ്രന്ഥങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. ഒരു ജന്മത്തിലൊന്നും അത് പഠിച്ചാൽ ഒരു പ്രാവശ്യം വായിക്കാൻ പോലും പറ്റില്ല. നമുക്ക് ശരിക്കും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ 2000-ഉം വ്യാഖ്യാനങ്ങൾ 10,000-ഉം ഉപാഖ്യാനങ്ങൾ 1,00,000-ഉമാണെന്ന് വിചാരിക്കുക. അതിലും അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ഇനിയും നമ്പർ കൂടുന്നുണ്ട്. അപ്പൊ ശരിക്കും ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലമുള്ള വ്യക്തിയാണോ അഭിമാനിക്കേണ്ടത്? അല്ല 1 സെന്റ് മാത്രമുള്ള വ്യക്തിയാണോ അഭിമാനിക്കേണ്ടത്? ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പത്തുള്ളവനാണോ അഭിമാനിക്കേണ്ടത്? 1 രൂപ മാത്രമുള്ളവനാണോ അഭിമാനിക്കേണ്ടത്? ഈ ലക്ഷക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് ഹെക്ടാറും സ്ഥലമുള്ളവൻ 1 രൂപയുള്ളവനിലേക്ക് എന്തിനാ സ്വയം കമ്പയർ ചെയ്തു പോകുന്നത്? ഒരു പുസ്തകം മാത്രമുള്ളവനിലേക്ക്, 1 സെന്റ് മാത്രമുള്ളവനിലേക്ക് എന്തിനാ കമ്പയർ ചെയ്തു പോകുന്നത്? വിശാലമായ സാഗരത്തെ ഉപമിച്ചതാണ് സ്വാമി വിവേകാനന്ദൻ കൂപമണ്ഡൂകം എന്ന് പറഞ്ഞത് ചിക്കാഗോയിലെ പ്രഭാഷണത്തില്. ഈ കിണറ്റിലെ തവള ഈ അറ്റത്തുനിന്ന് ആ അറ്റത്തേക്ക് ചാടിയിട്ട് നിന്റെ സമുദ്രം ഇത്ര വലിപ്പമുണ്ടോ
എന്ന് ചോദിച്ചപ്പോൾ സമുദ്രത്തിൽ നിന്ന് വന്ന തവള ഞെട്ടിപ്പോയി. ഇത്രയും അധികം ഗ്രന്ഥങ്ങളുള്ള മഹാസാഗരം മാതിരിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഈ കിണറ്റിലേക്ക് വീണ തവളയുടെ അടുത്ത് കിണറ്റിലുള്ള തവള പറയുകയാണ്, എന്റെ കിണറും നിന്റെ സാഗരവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യാൻ. എന്തൊരു മണ്ടത്തരല്ലേ! അപ്പൊ ചോദ്യത്തിന്റെ മണ്ടത്തരം മനസ്സിലായോ? പക്ഷെ ചോദ്യം അതേപോലെ തന്നെ ആയിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. അത് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് ചിദാനന്ദപുരി സ്വാമിക്ക് ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള മറുപടി കൊടുക്കാൻ സാധിച്ചത്. അപ്പൊ ഓർമ്മിക്കാനുള്ളത്, ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതിൽ അഭിമാനിക്കുന്നത് ഭാര്യയുടെയും അച്ഛന്റെയും അമ്മയുടെയും കാര്യത്തിലാണ്. അത് കൂടുതലുള്ളവരുടെ കാര്യമാണ് ഇപ്പൊ പത്രമാധ്യമങ്ങളിൽ വരുന്നത്. ഏതായാലും ബാക്കിയെല്ലാത്തിലും, അറിവിന്റെ കാര്യമാണെങ്കിലും ഡിഗ്രിയുടെ കാര്യമാണെങ്കിലും സമ്പത്തിന്റെ കാര്യമാണെങ്കിലും കൂടുതലുള്ളതിലാണ് സാധാരണ അഭിമാനിക്കുക. പ്രത്യേകിച്ച് പൈതൃകത്തില് 10,000 വർഷത്തെ പൈതൃകം, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങള്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുന്ന ഒരു വളർച്ച മുരടിക്കാതെ, സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്, ഡെത്ത് ഈസ് സ്റ്റാഗ്നേഷൻ എന്ന വരികൾക്ക് വിധേയമാകാതെ ലൈഫ് ഈസ് ഗ്രോത്ത്, ഗ്രോത്ത് ഈസ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംസ്കാരം, ഡൈനാമിക് സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. അത് മാത്രമല്ല, നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കാൻ പാകത്തിന് നമ്മുടെ ദേവതമാരെ നഗ്നരൂപത്തിൽ വരച്ചപ്പോ നമ്മൾ ബോംബിടാനും കൊല്ലാനും ചാവാനും അല്ലെങ്കിൽ തീവ്രവാദത്തിനൊന്നും പോയില്ല. ചിന്താമണ്ഡലത്തിൽ അതിശക്തമായിട്ട് പ്രതികരിച്ചു. ആ പ്രതികരണമാണ് ഡൈനാമിക് സൊസൈറ്റി. തെറ്റുകൾ ചെയ്യുന്നവരുണ്ടാവാം, ശരികൾ ചെയ്യുന്നവരുണ്ടാവാം. തെറ്റുകൾ ചെയ്യുന്നവർ ശരികൾ ചെയ്യുന്നവരെ വിമർശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോഴാണ് സമൂഹ മനസാക്ഷി ഉണരുന്നത്. ഇപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ഒരു ദൈവം, ഒരു പുസ്തകം, ഒരു മതചിഹ്നം, ഒരു പുണ്യസ്ഥലം, ഇതിന് പകരം വൈവിധ്യമാർന്ന വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന വൈവിധ്യമാർന്ന ഈശ്വര സങ്കല്പം, വൈവിധ്യമാർന്ന ഗ്രന്ഥങ്ങള്, വൈവിധ്യമാർന്ന ചിഹ്നങ്ങള്, വൈവിധ്യമാർന്ന വിഷയങ്ങൾ അവതരിപ്പിച്ച ആചാര്യന്മാര്, ഇവിടെയല്ലേ നമുക്ക് അഭിമാനിക്കാനുള്ളത്? നാനാത്വത്തിൽ ഏകത്വം, ബഹുസ്വരം എന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാവർക്കും നല്ല യുക്തിവാദി, നിരീശ്വരവാദിയായിരുന്ന ചാർവാകനെ മഹർഷിയാക്കി മാറ്റിയതാണ്. ചാർവാകനെ മഹർഷിയാക്കി മാറ്റിയവരാ നമ്മള്. ഋഗ്വേദ സംഹിത, യജുർവേദ സംഹിത, അഥർവവേദ സംഹിത, സാമവേദ സംഹിത, ചരക സംഹിത, ശുശ്രുത സംഹിത, ചാർവാക സംഹിത. ചാർവാകൻ എന്ന നിരീശ്വരവാദി എഴുതിയ പുസ്തകത്തിന് ചാർവാക സംഹിത എന്ന് നമ്മൾ പേര് കൊടുത്തു. ചാർവാകനെ മഹർഷിയാക്കി മാറ്റി. അതും നമ്മളുടെ നാസ്തികവാദത്തിന്റെ ദർശനങ്ങളുടെ 6 ആസ്തികവാദവും ഒരു നാസ്തികവാദവും. അപ്പൊ ശരിക്കും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞ ഇതിന്റെ 2ാം ഭാഗം ഞാൻ ചേർത്തതാണ്. ആദ്യ ഭാഗങ്ങൾ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞതാണ്. എത്ര ഗംഭീരമായിട്ടായിരുന്നു സ്വാമിയുടെ മറുപടി. ചോദ്യത്തിന് അനുയോജ്യമായ മറുപടി. ആ സ്വാമിജിയെ പോലെയുള്ള സ്വാമിമാരാണ് ഭാരതത്തെ വിവേകാനന്ദനെ പോലെ ഉയർത്തുന്നത്. പണ്ട് ആരാണ്ടോ കമ്മ്യൂണിസ്റ്റുകാരും DYFIക്കാരും SFIക്കാരും പറഞ്ഞിരുന്നു അത്രേ, ഉത്തര കേരളത്തിലെ ചിദാനന്ദപുരിയും ദക്ഷിണ കേരളത്തിലെ സത്യാനന്ദ സരസ്വതിയും ഇല്ലാണ്ടേ ആയാലേ കേരളം നന്നാവുള്ളൂ എന്ന്. അവരുടെ ദൃഷ്ടിയിൽ നന്നാവണമെങ്കിൽ അങ്ങനെയാണ്. 3.7 കോടി ജനങ്ങളെ കൊന്ന സ്റ്റാലിനെ പൂജിക്കുകയും വെള്ളം അടിച്ച് ഡ്രഗ് കഴിച്ച് നടു റോട്ടിൽ നഗ്നനായി കിടന്ന ചെഗുവരയെ യുവാക്കൾക്ക് മാതൃകയായിട്ട് കൊടുക്കുകയും ലൈംഗിക രോഗം വന്ന് പുഴുത്തു മരിച്ച ലെനിനെ ഒക്കെ ശരിക്കും മാതൃകയായിട്ട് ചിത്രം വരയ്ക്കുകയും നമ്പൂതിരിമാർക്ക് തന്നെ തന്റെ മക്കളെ കെട്ടിക്കൊടുത്ത പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്ന് പച്ചയ്ക്ക് കാണിച്ചു കൊടുത്ത നമ്പൂതിരിപ്പാടെന്ന പേര് വെച്ച് പ്രവർത്തിച്ച EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയൊക്കെ മാതൃകയാക്കുകയും അദ്ദേഹത്തിന്റെ ബാക്കി ചിന്താധാരകളെ അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആ ജാതി വ്യവസ്ഥയെ മാത്രമാണ് പറഞ്ഞത്. അതൊക്കെ ചെയ്യുമ്പോ
ഈ ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും CPMകാർക്കും സ്വാഭാവികമായിട്ടും വടക്കുള്ള സ്വാമിയും തെക്കുള്ള സ്വാമിയും ഇല്ലാണ്ടായാലേ അവരുടെ നിലനിൽപ്പും വയറ്റിപ്പഴപ്പും പോവുള്ളൂ എന്നർത്ഥം. ആ ലെവലിലേക്ക് നമ്മുടെ സംസ്കാരത്തെ പിടിച്ചു നിർത്തിയ സ്വാമി ചിദാനന്ദപുരിയുടെ വരികൾ അതിഗംഭീരാണ്. അങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടതും. ഞാൻ സ്വാമിജിയെ അപ്രീഷിയേറ്റ് ചെയ്തതല്ല, കാരണം അതിനേക്കാൾ എത്രയോ ഉയർന്ന വ്യക്തിയാണ് അദ്ദേഹം. സാധാരണക്കാരുടെ പറയാം, നിങ്ങൾക്ക് ചോദിക്കാൻ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് ചോദിക്കാൻ ആരെങ്കിലും വരുമ്പോൾ അവരുടെ ചോദ്യം ഇങ്ങനെയാണെങ്കിൽ ഉത്തരം കൊടുക്കേണ്ടത് മഹാസാഗരം മാതിരിയുള്ള ഹിന്ദു ധർമ്മ സംസ്കാരത്തിൽ പൊട്ടക്കിണറിന്റെ ഡയമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ ശ്രമിക്കരുത് എന്ന് ഹിന്ദുക്കളോട് പറയണം. പ്രണാമം, നമസ്കാരം.